ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുതിയ തലമുറയെ സ്വാധീനിക്കാനാണ് എളുപ്പം പഴയതിനേക്കാളും. പക്ഷേ അതിന് സാങ്കേതിക വിദ്യ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. ഓജോ ബോർഡ്, ആത്മാക്കളെ വിളിച്ചു വരുത്തുക പോലെയുള്ള സംഗതികളുമായി ഇരുന്നത് ഈ ന്യൂജൻ എന്ന് പറയുന്ന ആളുകളിൽ തന്നെയാണ് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയത്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ കുഫ്രാണത്. കുഫ്രാണ് ബാധിക്കുന്നത്. ചിലപ്പോൾ സീക്രട്ട് ഒരുപാട് ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുകയും എഴുതപ്പെടുകയും ചെയ്ത പുസ്തകമാണ്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ പടച്ചവൻ്റെ സ്ഥാനത്തേക്ക് എന്തെടുക്കുകയാണ്, ഈ പറയുന്ന ഒരുത്തൻ്റെ ഉൾത്തലത്തെ എടുത്തു വെക്കുകയാണ്. അത്രയല്ല, സയൻറ്റിഫിക് ടെമ്പററി സയൻസ് എന്ന് പറയുന്നത് തന്നെ വളരെ ചെറിയൊരു വൃത്തത്തിൽ മാത്രം കറങ്ങുന്ന സംഗതിയാണ്. സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ കേവലം ഈ പ്രപഞ്ചത്തിലെ 5% ഉള്ള ഒരു 5% ഒരു ഏരിയയിൽ മാത്രം കറങ്ങുന്നൊരു സംഗതിക്കാണ് എന്തോ പറയുന്നത് സയൻസ് എന്ന് പറയുന്നത്. ഈ അന്ധവിശ്വാസങ്ങളുമായി എന്നോട് ചർച്ച ചെയ്യുമ്പോൾ പുതിയ ജനറേഷനിലെ ആൾക്കാർ അധികം കുട്ടികളൊക്കെ ഇതിൽ വിശ്വസിക്കാറില്ല. പക്ഷേ പുതിയ ജനറേഷനിൽ ഭയങ്കര സ്വാധീനം ഉണ്ടാക്കിയ സംഗതിയാണ് കൈസൻ. ജപ്പാനീസ് തിയറിയുമായി ബന്ധപ്പെട്ട ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, ഇൻസ്റ്റഗ്രാമിലൂടെ ഇതൊക്കെ കുട്ടികളെ ഭയങ്കര സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുതിയ തലമുറയെ സ്വാധീനിക്കാനാണ് എളുപ്പം പഴയതിനേക്കാളും. പക്ഷേ അതിന് സാങ്കേതിക വിദ്യ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. പഴയതുപോലെ ഹോമവും തകിടും ഒക്കെ കണ്ടാൽ ഒരുപക്ഷെ അവർ മാറിപ്പോവുമെങ്കിലും ഒരു പുതിയ ടെക്നോളജികൾ കൊണ്ടിട്ട് ഇവരെ വിദ്യാഭ്രമത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ മനസ്സിലായ പലപ്പോഴും ഓജോ ബോർഡുമായിട്ട് ഇരുന്ന നേരാണ്. ഓജോ ബോർഡ്, ആത്മാക്കളെ വിളിച്ചു വരുത്തുക പോലെയുള്ള സംഗതികളുമായി ഇരുന്നത് ഈ ന്യൂജൻ എന്ന് പറയുന്ന ആളുകളിൽ തന്നെയാണ് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ പുതിയ ഈ ഏലിയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള വിശ്വാസങ്ങൾ കൂടുതൽ സ്വാധീനിച്ചതാരെയാണ്? ഹാരി പോട്ടർ കൂടുതൽ സ്വാധീനിച്ചതാരെയാണ്? അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്? ഹാരി പോട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി പഴയകാല ഈ പറയുന്ന ഈ മന്ത്രതന്ത്രങ്ങളെക്കാളും അതിനേക്കാളും ഗാഢമായ ഒരു ഇടപെടലാണ് ഹാരി പോട്ടർ പോലുള്ള സാഹിത്യങ്ങളിലൂടെ, ഏലിയൻസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശദീകരണങ്ങളിലൂടെയൊക്കെ ഈ യുവ സമൂഹത്തെ അല്ലെങ്കിൽ പുതിയ തലമുറയെ സ്വാധീനിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ കാലത്തിനനുസരിച്ചൊരു മാറ്റം ഉണ്ടായിരുന്നേ ഉള്ളൂ. പഴയ കാലം, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പാലമരം, പാലയിലെ യക്ഷി എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് പാലമരവും അറിയില്ല, പാലയിലെ യക്ഷിയെയും ഇവർ കണ്ടിട്ടില്ല. ഇനി പഴയ വടയക്ഷി എന്നൊക്കെ പറഞ്ഞ് പഴയ കാലത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു യക്ഷിയെ കൊണ്ടുവന്ന് കാണിച്ചാൽ ഇവർ ചിരിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ യക്ഷികൾ വെള്ള സാരി കൊടുത്താണ് വന്നത്. വളരെ മാന്യമായി വെള്ള സാരിയൊക്കെ കൊടുത്തിട്ടാണ് യക്ഷികളൊക്കെ പഴയകാല ആളുകളുടെ സങ്കല്പത്തിലെ യക്ഷി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ യക്ഷികളാണ്. ആ ഹൊറർ പോരാ പുതിയ തലമുറയുടെ ഹൊറർ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഡെപ്തായ രൂപത്തിലുള്ള ഹൊറർ സംവിധാനങ്ങളാണ് അവരുടെ മനസ്സിലുള്ളത്. മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സ്വാധീനിക്കുന്നില്ല എന്നല്ല, അവരെ മറ്റൊരു രൂപത്തിൽ സ്വാധീനിക്കുന്നു എന്നാണ്. പഴയ വെർഷൻ മാറി അത് പുതിയ വെർഷനിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത്തരം സ്വാധീനങ്ങൾ അവരിൽ ഉണ്ടാകാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുട്ടികൾക്ക് പോയി ഹാരി പോട്ടർ വായിക്കാൻ പറയും. ഹാരി പോട്ടർ വായിച്ചോ എന്ന് പറയും. ആരോട്? നിങ്ങൾ വായിക്കും. അവർക്ക് കൊടുക്കണ ലൈബ്രറിയിൽ എടുത്തു വെക്കണ പുസ്തകത്തിൽ പോലും എന്തുണ്ടാവും? ഹാരി പോട്ടർ ഉണ്ടാവും. അപ്പോൾ ഇത്തരം പുസ്തകങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ് അവിടെ അന്ധവിശ്വാസത്തെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ തലത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഹൃദയ തലത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടേതായ കാഴ്ചപ്പാടുകളിലേക്ക്, അവരുടേതായ മനോതലങ്ങളിലേക്ക് ഈ സങ്കല്പങ്ങളെ നമ്മൾ എടുത്ത് പ്രതിഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് എടുത്തെറിയപ്പെടും. ഇത് പഴഞ്ചനായി മാറും, പുതിയത് അപ്ഡേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആ രൂപത്തിൽ പുതിയ തലമുറയെയും ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കും. ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് നമ്മളൊരു സംഗതി ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനൊരു ദിവസം ഒരു പ്രത്യേക സമയം കണ്ടെത്തി അത് നമുക്ക് കിട്ടിയതായി നമ്മൾ ഫീൽ ചെയ്തിട്ട് പിന്നെ പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞാൽ പിന്നെ ഒരു കാലം കൊണ്ട് നമുക്ക് നേടും. അതെ, അതിനുവേണ്ടി മാത്രം ഇറങ്ങുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ കുഫ്രാണ് ബാധിക്കുന്നത്. ചിലപ്പോൾ സീക്രട്ട് ഒരുപാട് ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുകയും എഴുതപ്പെടുകയും ചെയ്ത പുസ്തകമാണ്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ പടച്ചവൻ്റെ സ്ഥാനത്തേക്ക് എന്തെടുക്കുകയാണ്, ഈ പറയുന്ന ഒരുത്തൻ്റെ ഉൾത്തലത്തെ എടുത്തു വെക്കുകയാണ്. ഒരുത്തൻ്റെ ഉൾത്തലത്തെ അല്ലെങ്കിൽ അവൻ്റെ മനോതലങ്ങളെ തന്നെ എടുത്തു വെച്ച് അവൻ്റെ സ്വപ്നങ്ങൾ അതിലേക്ക് മാത്രമാക്കി അതാണ് നിനക്കിനി എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുതരാൻ പോകുന്നത്
ഈ പറയുന്ന ലോ ഉണ്ടാക്കി അതിന് പല വിധത്തിൽ അവതരിപ്പിക്കപ്പെട്ടു വരുന്നത് വെച്ചാൽ മനുഷ്യൻ്റെ ഉള്ളകത്തെ എന്തെടുക്കുകയാണ് ഇലാഹാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു സംഗതി, ഇപ്പോൾ നമ്മൾ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു, അള്ളാഹു തരും എന്ന് നമ്മൾ കുറച്ച് വിശ്വസിക്കും. അള്ളാഹുൽ തവക്കുലാക്കി മുന്നോട്ട് പോയാൽ നമുക്കത് കിട്ടും, നമുക്കത് അള്ളാഹു തരും, ഹൈറാണെങ്കിൽ അള്ളാഹു നമുക്ക് തരും എന്ന് വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന അതേ സംഗതിയെ തന്നെ എന്തെടുക്കുകയാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ചിന്തകളെ, അതിന് പറയുന്ന പ്രകാരം എന്താണ്, കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അത് ആ ഒരു ഉത്ബോധത്തെ ഉണർത്തിക്കൊണ്ട് നേടിയെടുക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ തവക്കുലും ഇലാഹി വിശ്വാസവും ഒക്കെ തകർത്തിട്ട് വേറൊന്നവിടെ പ്രതിഷ്ഠിക്കുകയാണ്. സത്യത്തിലാകട്ടെ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന സംഗതികൾ അവൻ്റെ ചുറ്റുപാടുകളുടെ സംഗതികളാണ്. അവന് നേടാൻ കഴിയുന്ന മുഹാലായ ഒരു സംഗതിയെ സംബന്ധിച്ച് അവന് സ്വപ്നം കാണാൻ കഴിയില്ല. അസാധ്യമായ ഒരു സംഗതിയെ സംബന്ധിച്ച് സ്വപ്നം കാണാൻ കഴിയില്ല എന്നാണ്. മുഹാലായ ഒരു സംഗതിയെ സംബന്ധിച്ച് ഇപ്പോൾ എന്ന് വെച്ചാൽ ത്രികോണത്തിലൊരു വൃത്തം കാണിക്കാൻ പറ്റുമോ? ത്രികോണത്തിലൊരു വൃത്തം കാണിക്കാൻ പറ്റും? ത്രികോണത്തിലുള്ളൊരു വൃത്തം കാണിക്കാൻ പറ്റുമോ? മനസ്സിലായോ? പറ്റുമോ? അതാണ് മുഹാല്, അസംഭവ്യമായ സംഗതി. അതൊരു മനുഷ്യനെ ആഗ്രഹിക്കാൻ പോലും കഴിയില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വപ്നം കാണാൻ കഴിയുന്ന അവൻ്റെ മൈൻഡിൽ അവൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് അവനെ ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന സംഗതികളാണ് അവനിലേക്ക് വരുന്നത്. അത് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അത് സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ചുറ്റുപാടുകൾ നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഈ രൂപത്തിൽ അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ചിന്തയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ അവൻ്റെ ഈമാനിൻ്റെ സ്ഥാനത്ത് ഈ രൂപത്തിൽ സബ് കോൺഷ്യസ് എടുത്തു വെച്ചിട്ട് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ച് അതിലൂടെയാണ് അത് നേടുന്നത് എന്ന് തോന്നിപ്പിക്കുകയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യുന്നത്. അപ്പോൾ ആ വിശ്വാസങ്ങളിലൊക്കെ ഈ പറയുന്ന പോലെ ആളുകൾ പെട്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ യഥാർത്ഥത്തിൽ വേണ്ട പഠനവിദ്യകൾ, ഈ പറയുന്ന പുതിയ പഠിക്കാൻ സംഗതികളൊപ്പം പഠിക്കാനുള്ള വിദ്യകൾ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന പല സംഗതികളും യഥാർത്ഥത്തിൽ ഈ പറയുന്ന രൂപത്തിൽ മനുഷ്യൻ്റെ വിശ്വാസത്തെ തന്നെ തകർക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകളാണ് നമ്മൾ മനസ്സിലാക്കണം. NLPയോ അങ്ങനെ കുറേ സംഗതികളുണ്ട് അല്ലേ, പുതിയ കുറേ സംഗതികൾ കൊണ്ടുവരുന്നുണ്ട്. ആ രൂപത്തിലുള്ള സംഗതികളെക്കുറിച്ചൊക്കെ പണ്ഡിത ലോകം സംസാരിക്കുകയും ചർവണം ചെയ്യുക ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ പറയുമ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ട് പറഞ്ഞൊരു കാര്യം ഈ സയന്റിഫിക് ടെമ്പർ വളർത്താതുള്ളൊരു സിസ്റ്റം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് പ്രായോഗിക അങ്ങനെ രീതിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പലപ്പോഴും കുട്ടികൾ നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന കാണാം. ആസ് എ മുസ്ലിം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അനാചാരവും അന്ധവിശ്വാസങ്ങളൊക്കെ കഥകളൊക്കെ അങ്ങനെയാണ് എങ്ങനെയാണ് തീർക്കേണ്ടത്? ഓക്കെ, സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം അപ്പോളോ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നടത്തിയ വലിയ ഒരു സയൻറ്റിഫിക്കായ ഇടപെടലാണ്. അതിന് പേര് വന്നത് എന്താണ്? അപ്പോളോ എന്നാണ്. അപ്പോളോ എന്ന് പേരിട്ടതോടുകൂടി തന്നെ അതെന്തായി? വൈരുദ്ധ്യയില്ലേ? അപ്പോൾ സയൻറ്റിഫിക് ടെമ്പർ എന്താണ്? തുമ്പയിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പറയുന്ന ഏതെങ്കിലും ഒരു ISROയുടെ കേന്ദ്രത്തിൽ നിന്നോ റോക്കറ്റ് വിടുമ്പോൾ അതിൻ്റെ ചോട്ടിക്കൊണ്ട് നാരങ്ങ പൊട്ടിച്ചിട്ടുണ്ടെങ്കിലോ, നാരങ്ങായും പച്ചമുളകും കൂടെ കെട്ടിത്തൂക്കിയിട്ടാണ് ഈ റോക്കറ്റ് വിടുന്നതെങ്കിലോ, എന്താണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ സയൻസിൻ്റെ ലോകത്ത് തന്നെ യഥാർത്ഥ വിശ്വാസം ഇല്ല. യഥാർത്ഥ വിശ്വാസം ഈ സയൻറ്റിഫിക് രംഗത്ത് പോലും എത്തിയിട്ടില്ല. ഇനി മാത്രമല്ല, സയൻറ്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നത് തന്നെ വളരെ ചെറിയൊരു വൃത്തത്തിൽ മാത്രം കറങ്ങുന്ന സംഗതിയാണ്. സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ കേവലം ഈ പ്രപഞ്ചത്തിലെ 5% ഉള്ള ഒരു 5% ഒരു ഏരിയയിൽ മാത്രം കറങ്ങുന്നൊരു സംഗതിക്കാണ് എന്ത് പറയുന്നത്? സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സയൻറ്റിഫിക് ടെമ്പറിലൂടെ മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും, അല്ലെങ്കിൽ അവനെ അന്ധവിശ്വാസങ്ങൾ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് അബദ്ധമാണ്. കാരണം എന്ന് വെച്ചാൽ സയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ചെറിയൊരു തലത്തിൽ നിൽക്കുക. ഇനി സയൻസിൽ ഒരു ആ ചെറിയ പ്രതലത്തിൽ കറങ്ങുന്നത് തന്നെയും അതിനകത്ത് തന്നെ നിരവധി തിയറികളുണ്ട്. ഇപ്പോൾ കാൾ പോപ്പറിൻ്റെ തിയറി എന്താ? സയൻസിനെ വിശ്വസിക്കരുതെന്നാണ്. അതാണ് കാൾ പോപ്പറിൻ്റെ തിയറി എന്ന് വെച്ചാൽ 1000 തവണ സയൻസ് ഒരു കാര്യം ശരിയാണ് എന്ന് കണ്ടെത്തിയത് 1001ാമത്തെ വട്ടം അത് നിരീക്ഷിച്ചിട്ട് സയൻസ് പറയും ഞാൻ ഇത്രയും പറഞ്ഞെന്താണ് തെറ്റാണ്. അത് കാൾ പോപ്പറിൻ്റെ തിയറി. അപ്പോൾ സയൻസിനെ വിശ്വസിക്കാൻ തന്നെ, സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്തെടുക്കാൻ പാടില്ല, ഒരു കാര്യം സുബൂത്താക്കാൻ പറ്റില്ല എന്നാണ്. സയൻസ് കൊണ്ടൊരു കാര്യം എന്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കറിയാം ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എത്ര പഠിച്ച്? നവഗ്രഹങ്ങളാണ് അല്ലേ? അത് നമ്മുടെ കാലത്ത് നമ്മുടെ സയൻസിൽ നമ്മൾ പഠിച്ചു. പക്ഷേ നമ്മുടെ മക്കൾക്ക് അതില്ല. പ്ലൂട്ടോ ഉണ്ടോ ഇപ്പോൾ? ഇല്ല. ഇപ്പോൾ എത്രയേ ഉള്ളൂ? 8 ഉള്ളൂ.
അപ്പോൾ എന്ന് വെച്ചാൽ സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും നിരന്തരമായി അപ്ഡേഷന് വിധേയമാകുന്നൊരു സംഗതിക്ക് എന്ത് പറയുള്ളൂ? സയൻസ് എന്ന് പറയുള്ളൂ. നിരന്തരം അപ്ഡേഷൻ, മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടേയിരിക്കും, പഠിച്ചുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു സ്ഥിരത അല്ലെങ്കിൽ അതിൽ പൂർണ്ണമായ രൂപത്തിലുള്ള ഒരു 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 പൂർണ്ണമായ അറിവ്, ഇതാണ് അതിൻ്റെ എൻഡ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ ആർക്ക് കഴിയില്ല? സയൻസിന് കഴിയില്ല. നല്ല സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പിന്നെ പണ്ടേ പഠിത്തം നിർത്തി പോകണമല്ലോ, ഇതിങ്ങനെ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ സയൻറ്റിഫിക് ടെമ്പറിലൂടെ പിന്നെ അന്ധവിശ്വാസങ്ങളെ പിന്നെ നീക്കാം എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മാത്രമല്ല, പല അന്ധവിശ്വാസങ്ങളും എന്തിൻ്റെ മറവിലാണ് വരുന്നത്? ഇപ്പോൾ സയൻസിൻ്റെ മറവിൽ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും വലിയ അന്ധവിശ്വാസങ്ങൾ ഏറ്റവും വലിയ ഒന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. പണ്ട് നമ്മൾ പരിണാമ സിദ്ധാന്തം പഠിക്കുമ്പോൾ ഒരു കുരങ്ങൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു അല്ലേ? ഒരു കുരങ്ങൻ ഇങ്ങനെ വളർന്ന് വെറുതെ വല്ലുപ്പായിട്ട് പോകുന്നൊരു പടം ഉണ്ടായിരുന്നു. ഇത് കണ്ട് പഠിച്ചിട്ട് പരിണാമ സിദ്ധാന്തം ആ കുരങ്ങനെ നോക്കി പഠിച്ച ആൾക്കാരാണ് നമ്മൾ. ഇത് ഭയങ്കര സയൻസായിട്ട് അവതരിപ്പിച്ചാണ്. അന്ധവിശ്വാസത്തിനെതിരെ പരിണാമ സിദ്ധാന്തത്തിൽ പരിണാമം എന്താണെന്ന് തന്നെ ചർച്ച ചെയ്യണം. പരിണാമത്തിൽ തന്നെ മനുഷ്യൻ ഇങ്ങനെ ഈ ഒരു കുരങ്ങ് ഈ മനുഷ്യനായി പരിണാമം സംഭവിക്കണമെങ്കിൽ ലോകം ഉണ്ടായ കാലമൊന്നും പോരാ. ഒരു വസ്തു പരിണമിക്കണമെങ്കിൽ, ആ രൂപത്തിൽ പരിഗണിക്കണമെങ്കിൽ പ്രപഞ്ചം ഉണ്ടായിട്ട് 13.8 ബില്യൺ വർഷങ്ങളായി എന്നാണ് സയൻസ് കോസ്മോളജി പ്രകാരം പറയുന്നത്. പക്ഷെ ആ കാലം കൊണ്ട് ഈ രൂപത്തിലൊരു കുരങ്ങൻ പരിണമിച്ച് ആരാവൂല. ഒരു സെല്ല് പരിണമിച്ച് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ, അതിൻ്റെ കാലം അത് തന്നെ തികയാതെ വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇപ്പോൾ അത് അന്ധവിശ്വാസമാണ്. ഏത് അന്ധവിശ്വാസമാണ്? ഇപ്പം നിലവിലെ സയൻറ്റിസ്റ്റുകളോട് ചോദിച്ചാൽ ആ പണ്ട് നമ്മൾ കണ്ട പടം അന്ധവിശ്വാസമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സയൻസിലൂടെ തന്നെയാണ് പല അന്ധവിശ്വാസങ്ങളും നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. മനസ്സിലായോ? അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭൗതികമായ മാനങ്ങളിലൂടെ കണ്ടെത്താൻ കഴിയുന്നതേ അല്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാർ വന്നത്, വഹി വരേണ്ടി വന്നത്. നമുക്കൊരിക്കലും ഒരു വിശ്വാസത്തെ രൂപീകരിക്കാൻ കഴിയില്ല, ഒരു അഖീദ രൂപീകരിക്കാൻ നമുക്ക് കഴിയില്ല. മനുഷ്യന് സയൻസ് കൊണ്ടും കഴിയില്ല, പഠനം കൊണ്ടും കഴിയില്ല. അവൻ്റെ ഒരു ആയുസ്സോ അല്ലെങ്കിൽ 10 ആയുസ്സോ 10 തലമുറയോ ചിലവഴിച്ചാലൊന്നും, ലോകാവസാനങ്ങളുടെ സമയം ചിലവഴിച്ചാലോ ഒരു അഖീദ നിർമ്മിക്കുവാനോ അഖീദ കണ്ടെത്തുവാനോ മനുഷ്യന് സാധിക്കില്ലാത്തത് കൊണ്ടാണ് അതിന് പുറമെയുള്ള എൽമ് അള്ളാഹു തന്നത്. അതാണ് വഹി എന്ന് പറഞ്ഞത്. നബിയെ സ്കൂളിൽ വിടാത്തതും അങ്ങനെയാണ്. സ്കൂളിൽ പോയാൽ കിട്ടുന്നത് ഈ സയൻസാണ്. നബിക്ക് വേറെ കോളേജ് ഉണ്ടാക്കി, അവിടെ വേറെ പ്രൊഫസറെ വെച്ചു. മനസ്സിലായില്ലേ? ആ പ്രൊഫസറിലൂടെ എന്തെടുത്തു? നബിക്ക് വിവരം കൊടുത്തു. അതാണ് നമ്മൾ പഠിച്ച സ്കൂളിൽ ആര് പഠിച്ചില്ല? നബി പഠിച്ചില്ല. പക്ഷെ നബിക്ക് ഇൻഹു ഇല്ല വഹിയൂഹ അല്ലമഹു ഷദീദുൽ ഖുവ, സ്പെഷ്യൽ പ്രൊഫസറെ വെച്ച് സ്പെഷ്യൽ അറിവ് വഹി എന്ന രൂപത്തിൽ കൊടുത്തത് തന്നെയും ഈ ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. ഏത്? മനുഷ്യൻ്റെ ഭൗതിക പഠനങ്ങൾ കൊണ്ട് മനുഷ്യന് വിശ്വാസമോ അഖീദയോ ഒന്നും രൂപപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനു വേണ്ടി പ്രവാചകന്മാർ വന്നത്, വഹി നൽകിയത്. അപ്പോൾ സയൻറ്റിഫിക് ടെമ്പർ എന്ന അന്ധവിശ്വാസം എടുത്തു കളയും എന്നുള്ളതൊരു അന്ധവിശ്വാസമാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബറക്കല്ലാഹു ഫീക്കും. ഇൻഷാ അല്ലാഹ്.